അമേരിക്ക ശക്തമാണെങ്കിൽ ലോകം ശക്തമാകൂ. അമേരിക്ക ശക്തമായിരിക്കണം എങ്കിലേ ലോകത്തിൻ്റെ വിപണി, ലോകത്തിൻ്റെ സാമ്പത്തിക രംഗം, ലോകത്തിൻ്റെ വ്യാപാര രംഗം ശക്തമാകൂ എന്ന് ട്രംപ് വിശ്വസിച്ചു. അദ്ദേഹം ഒരു ബിസിനസ്സുകാരൻ കൂടെയാണ്. അദ്ദേഹം വെറും ഒരു രാഷ്ട്രീയക്കാരനല്ല. ഇത്തരം കാര്യങ്ങളിൽ ഒരു എന്താ പറയുന്നത് സെൻസ് ഇല്ലാതെ പെരുമാറാനായിട്ട് അദ്ദേഹത്തിന് വ്യക്തമായ ബോധ്യമുണ്ട്. ആ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അദ്ദേഹം ഇത്തരം കാര്യം ചെയ്യുന്നത്. ട്രംപ് ഒരിക്കലും ഒരു അഭിനയിക്കാൻ അറിയത്തില്ല. അദ്ദേഹം നേരെ വാ എന്നുള്ള ആളാണ്. അദ്ദേഹം മനസ്സെന്താണോ അദ്ദേഹത്തോട് പറയുന്നത് അദ്ദേഹം അത് പറയും. അതിന് സെൻസർഷിപ്പ് കുറവാണ്. ഈ ട്രംപിനെ എതിർത്താണ് ഞാൻ. ട്രംപ് മത്സരിക്കുമ്പോൾ ഞാൻ ഹിലരി ക്ലിൻ്റൻ്റെ കൂടെ ആ ക്യാമ്പയിന് വർക്ക് ചെയ്ത ആളാണ്. ഡെമോക്രാറ്റിക് പാർട്ടി പഴയ ഡെമോക്രാറ്റിക് പാർട്ടിയല്ല. 2012 അവരുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഗോഡ് എന്നുള്ള പദം അവർ മാറ്റി. ഗോഡ് എന്ന് പറയാൻ പാടില്ല. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ എല്ലാ പ്ലാറ്റ്ഫോമിൽ നിന്നും റിമൂവ് ചെയ്യപ്പെടണം, മാറ്റണം എന്നൊരു പ്രമേയം പാസ്സാക്കി. ഇനി ഗോഡ് എന്ന് പറയാൻ പറ്റത്തില്ല. അതൊരു സെക്യുലർ പാർട്ടിയായിട്ട് മാറി. ഹല്ലേലൂയ ന്യൂസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. സ്റ്റാൻലി ജോർജുമായിട്ടുള്ള സംഭാഷണങ്ങൾ തുടരുകയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം അമേരിക്കൻ രാഷ്ട്രീയമാണ്. പ്രത്യേകിച്ച് ട്രംപുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ സ്റ്റാൻലി ജോർജുമായിട്ട് ചർച്ച ചെയ്യുന്നു. അദ്ദേഹത്തെ ഒരിക്കൽ കൂടെ ഞാൻ പരിചയപ്പെടുത്തട്ടെ. അദ്ദേഹം റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റായിട്ട് അമേരിക്കയിൽ പ്രവർത്തിക്കുന്നു. ഒപ്പം അവരുടെ രാഷ്ട്രീയകാര്യ സമിതിയുടെ അംഗങ്ങളിൽ ഒരാൾ കൂടെയാണ്. ഒരു മലയാളി ആ രംഗത്ത് എത്തുന്നത് ആദ്യമായിട്ടാണ്. ആ നിലയിൽ അദ്ദേഹത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, അദ്ദേഹത്തിന് ഇന്ത്യയെ സ്നേഹിക്കുന്ന ഒരു മലയാളി എന്നുള്ള നിലയിൽ ട്രംപിൻ്റെ ഇപ്പോഴത്തെ നിലപാടുകൾ ഇന്ത്യക്കാരെ എങ്ങനെ ബാധിക്കും, മലയാളികളെ എങ്ങനെ ബാധിക്കും, എന്താണ് അദ്ദേഹത്തിന് ആ കാര്യത്തിൽ പറയുവാനുള്ളത് എന്നൊക്കെ നമുക്ക് കേൾക്കുവാൻ കൗതുകമുണ്ട്. അദ്ദേഹം നമ്മളോട് സംസാരിക്കും. സ്വാഗതം ചെയ്യാം ഒരിക്കൽ കൂടെ സ്റ്റാൻലി ജോർജിനെ. താങ്ക് യു സാറേ. ട്രംപ് എന്തു ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തു പറയുന്നത്? ഓരോ ദിവസവും നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അതായത് ഇപ്പോൾ തന്നെ ഈ നമ്മുടെ രാജ്യം, നമ്മുടെ പ്രധാനമന്ത്രി, സത്യത്തിൽ ട്രംപ് ഇങ്ങനെ ഓരോ ദിവസവും പുതിയ പുതിയ പ്രസ്താവനകളിലൂടെ നമ്മുടെ രാജ്യത്തെ വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ട്രംപിൻ്റെ ഒരാളെന്നുള്ള നിലയിൽ സാർ എന്ത് പറയുന്നു? ഞാൻ ട്രംപിൻ്റെ ആൾ മാത്രമല്ല, ഇന്ത്യയുടെ ആൾ തന്നെയാണ്. ഇന്ത്യൻ്റെ മാതൃരാജ്യമാണ്. അപ്പോൾ അമേരിക്ക ഇന്ത്യ ബന്ധം ഏറ്റവും കൂടുതൽ ശക്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു എളിയ ഒരു പൗരനാണ് ഞാൻ. അപ്പോൾ ഇത് നിർഭാഗ്യകരമാണ്. അപ്പോൾ ട്രംപ് അല്ല ഇന്ത്യക്ക് വേണ്ടി പ്രസ്താവന നടത്തേണ്ടത് ഇന്ത്യൻ ഭരണകൂടമാണ്, ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നെങ്കിൽ അതിന് അസ്വാഭാവികതയുണ്ട്. അതെന്താണെന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ട്രംപ് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ട്രംപ് അമേരിക്കൻ പ്രസിഡൻ്റായിട്ട് പ്രവർത്തിക്കുന്നു. അതിശക്തമായി പ്രവർത്തിക്കുന്നു. അദ്ദേഹം അമേരിക്ക ഫസ്റ്റ് എന്നുള്ള അജണ്ടയാണ് അദ്ദേഹം ഇപ്പോഴത്തെ അജണ്ട അതാണ്. ഇതിനു മുമ്പുള്ള പ്രസിഡന്റുമാർ ചെയ്ത് വ്യത്യസ്തമായിട്ട് അദ്ദേഹം ചെയ്യും. അതുകൊണ്ടാണ് ഇദ്ദേഹം എന്താ ചെയ്യുന്നത് എല്ലാവരും ലോകം ചോദിക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇതിനു മുൻപുള്ള ഒരു പ്രസിഡന്റുമാരും ചെയ്യാത്തതുപോലെ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു? വളരെ പ്രൊവോക്കിംഗ് ആയിട്ട് ലോകത്തെ മുഴുവൻ പ്രൊവോക്ക് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? കാര്യങ്ങൾ ചെയ്യുന്നു. അല്ല, പ്രൊവോക്ക് ചെയ്യല്ല, അത് പ്രൊവോക്ക് ചെയ്യപ്പെടുകയാണ്. കാരണം അമേരിക്കയുടെ നിലപാടാണ് എല്ലാ കാര്യങ്ങളിലും ട്രംപ് ചെയ്യുന്നത്. അമേരിക്കയുടെ ഭാവി, അമേരിക്കയുടെ സാമ്പത്തിക ഭദ്രത, അമേരിക്കയുടെ യുവജനങ്ങളുടെ ഭാവി, കുട്ടികളുടെ ഭാവി, അമേരിക്കയുടെ വ്യവസായ രംഗം, അമേരിക്കയുടെ ആഭ്യന്തര സുരക്ഷ, അമേരിക്കയുടെ ബോർഡർ സെക്യൂരിറ്റി, ലോക സമാധാനം, അമേരിക്കയുടെ പഴയ ആധിപത്യവും ആ പഴയ അപ്രമാദിത്വവും ആ നിലയിൽ തന്നെ തിരിച്ചുകൊണ്ടിരിക്കുക. അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നുള്ളതാണ്. ഗ്രേറ്റ് അമേരിക്ക അഗെയിൻ. അപ്പോൾ ആ ഒരു മാഗ മൂവ്മെൻ്റാണ് ട്രംപിനെ ഇത്രയും വലിയ മാൻഡേറ്റ് കൊടുത്തിട്ട് ട്രംപിനെ പ്രസിഡന്റ് ആക്കിയത്. എന്ത് ഭയങ്കര മാൻഡേറ്റാണ്, ഭയങ്കര ഭൂരിപക്ഷമല്ലേ. സ്വിംഗ് സ്റ്റേറ്റ് മുഴുവൻ ട്രംപിനോടൊപ്പം നിൽക്കുന്നു. എല്ലാ എന്ന് പറഞ്ഞാലും ഈ സെനറ്റിൽ ഇപ്പം വലിയ ഭൂരിപക്ഷം രണ്ടിടത്തുമില്ല. സെനറ്റിലോ കോൺഗ്രസ് ഭൂരിപക്ഷമില്ല. ഒരുപക്ഷെ ഇടക്കാല തെരഞ്ഞെടുപ്പിൽ അത് കുറച്ചുകൂടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നാണ് പാർട്ടി വിശ്വസിക്കുന്നതും പ്രവർത്തിക്കുന്നതും. പക്ഷേ അതെ, അപ്പോൾ ഇത് ട്രംപ് അമേരിക്ക പ്രസിഡന്റാണ് ആത്യന്തികമായി, ലോകത്തിൻ്റെ പ്രസിഡന്റ് അല്ല. അപ്പോൾ അമേരിക്ക ഫസ്റ്റ് എന്നുള്ളതാണ്, അമേരിക്ക ലാസ്റ്റ് അല്ല. ഇതാണ് വ്യത്യാസം വന്നത്. അതാണ് ഈ പ്രൊവോക്റ്റും തോന്നുന്നത്. പക്ഷേ അമേരിക്കയ്ക്ക് ലോകരാജ്യങ്ങളെ സ്നേഹിക്കുന്ന രാജ്യമാണ്. ചരിത്രം എടുത്ത് നോക്കിക്കുക. അമേരിക്കയിലെ ലോകരാജ്യങ്ങൾ ഇത്രയും സ്നേഹിച്ചൊരു രാജ്യം, ഇത്രയും കരുതിയ രാജ്യം വേറെ ഉണ്ടോ? ലോകത്തിലെ ഏത് രാജ്യമാണ് അമേരിക്കയുടെ സഹായം കിട്ടാത്തത്? അല്ലെങ്കിൽ റഷ്യ, ചൈന ഉൾപ്പെടെയുള്ള ആളുകൾ അമേരിക്ക സഹായം കൊണ്ട് നിന്നിട്ടുള്ള രാജ്യമാണ്, ഇപ്പം നിലനിൽക്കുന്ന രാജ്യങ്ങളാണ്. അപ്പോൾ അമേരിക്ക ആർക്കും എതിരല്ല. അതുകൊണ്ട് പ്രോഡക്റ്റ് ആകുന്നതിൽ അർത്ഥമില്ല. കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക എന്നുള്ളതാണ് അവർ ചെയ്യേണ്ടത്. ഓക്കെ, ഈ കാര്യം പക്ഷേ അമേരിക്കൻ സുപ്രീം കോടതിക്ക് പോലും ബോധ്യപ്പെടുന്നില്ല. സാർ ഇപ്പോൾ പറഞ്ഞ കാര്യം. ഏത് കാര്യം?
അമേരിക്ക ഇപ്പം ലോകത്തിന് മുഴുവൻ ചുങ്കം ചുമത്തി, താരിഫ് ചുമത്തി, ലോകത്തെ മുഴുവൻ വെറുപ്പിക്കുന്ന ട്രംപിൻ്റെ നടപടികളെ അമേരിക്കൻ സുപ്രീം കോടതിക്ക് പോലും സാറ് പറഞ്ഞ രീതിയിൽ മനസ്സിലാകുന്നില്ല. ഇല്ല, സുപ്രീം കോടതി ഈ അടുത്ത വിധി എന്ന് പറഞ്ഞാൽ എന്താണ്, അമേരിക്കൻ പ്രസിഡന്റിന് ഇത്ര അധികാരമുണ്ടോ എന്നുള്ള ചോദ്യം വന്നു. അതൊരു രാഷ്ട്രീയ വിഷയമല്ല, അതൊരു നിയമ സംഭവമാണ്, നിയമപരമായ കാര്യമാണ്. അപ്പോൾ സുപ്രീം കോടതി നിരീക്ഷിക്കുന്നത് എന്താണ്, ഇതുവരെയുള്ള ചരിത്രം, ഇതുവരെയുള്ള കീഴ്വഴക്കങ്ങൾ, അല്ലെങ്കിൽ ടാരിഫുമായിട്ട് ബന്ധപ്പെട്ട അമേരിക്ക പുലർത്തിക്കൊണ്ടുവന്ന നയങ്ങളും അല്ലെങ്കിൽ ചരിത്രവും എല്ലാം നോക്കിയിട്ടുള്ള ഒരു വിധിയാണ്, അത് പരാമർശമാണ്. അതായത് ഒരു അപ്പീൽ പോകുന്നു, ട്രംപ് അധികാരം ദുരുപയോഗപ്പെടുത്തുന്നു, അതായത് അമിതാധികാരം ഉപയോഗിക്കുന്നു, ഏകപക്ഷീയമായി ലോകരാജ്യങ്ങളുടെ മേൽ ആഗോള ടാരിഫ് ചുമത്തുന്നു. ഇതല്ലേ ട്രംപിനായിട്ട് സുപ്രീം കോടതി വന്ന വിഷയം ഇതാണ്. അപ്പം അത് പരിശോധിച്ചപ്പോൾ അവർ പറയുന്നു ട്രംപിന് ഇത്ര അധികാരമില്ല, അമേരിക്കൻ പ്രസിഡന്റിൻ്റെ അധികാരത്തിൻ്റെ പരിധി ലംഘിച്ചു. അതായത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ, കോൺഗ്രസ് കൂടെ പാസ്സാക്കി എടുത്ത് കൊടുക്കേണ്ട താരിഫ് നയങ്ങളാണ് ഇദ്ദേഹം ഒറ്റയ്ക്ക് നടപ്പിലാക്കുന്നത്. ആ അദ്ദേഹത്തിൻ്റെ ഏകപക്ഷീയമായിട്ടുള്ള ഒരു അഗ്രസീവായിട്ടുള്ള അതിനെയാണ് കോടതി ചോദ്യം ചെയ്തിരിക്കുന്നത്. അതാണ് അവർ പറയുന്നത്. താരിഫിന് കോടതി എതിരല്ല, സുപ്രീം കോടതിയല്ല, അമേരിക്കൻ സുപ്രീം കോടതി അമേരിക്കൻ സെനറ്റിലൂടെ പാസ്സായി വരണം. അതെ, കോൺഗ്രസ് പാസ്സാക്കണം. കോൺഗ്രസിൻ്റെ അമിതാധമായി ഇപ്പോൾ സാമ്പത്തിക വിഷയങ്ങളൊക്കെ തന്നെ സെനറ്റിന് ആവശ്യമില്ല കൂടുതൽ, കാരണം കോൺഗ്രസ് ആണ് നിയമനിർമ്മാതാക്കൾ, നിയമം നിർമ്മിക്കുന്ന കോൺഗ്രസ് ആണ്. അപ്പോൾ നിയമത്തിലൂടെ മാത്രമേ ഇത്തരം ഈ താരിഫ് നയങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ ട്രംപ് എന്താ ചെയ്തത്, ട്രംപിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ തുക നിശ്ചയിക്കുന്ന അദ്ദേഹമാണ്, അതിൻ്റെ പരിധിയില്ലാത്ത തുക നിശ്ചയിക്കാൻ അദ്ദേഹം വിശ്വസിക്കുന്നു. പിന്നെ എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെയാണ് ഇതെല്ലാം നടക്കുന്നത്. അപ്പോൾ അദ്ദേഹം സ്വയമായിട്ട് ഇത്തരം അധികാരം ഉപയോഗിച്ച്, ട്രംപിന് അധികാരമുണ്ട്, അമേരിക്കൻ പ്രസിഡന്റ് അധികാരം വളരെയധികം അസാധാരണ അധികാരമുള്ള ആളാണ് അമേരിക്കൻ പ്രസിഡന്റ്. അപ്പോൾ അദ്ദേഹത്തിന് അധികാരമുണ്ട്, അധികാരത്തിനപ്പുറത്ത് പോയിട്ടുണ്ടോ എന്നുള്ള ഒരു വിഷയമാണ് ഇപ്പം ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത്. അത് ഒരു നിയമ സംവാദത്തിലേക്കാണ് വഴി തുറന്നിരിക്കുന്നത്. അതുകൊണ്ട് ടാരിഫ് നയങ്ങൾക്ക് സുപ്രീം കോടതി എതിരല്ല. ടാരിഫ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ പരമാധികാരമാണ്, സ്വാതന്ത്ര്യമാണ്. കാരണം എല്ലാ രാജ്യങ്ങളും ചുങ്കം ചുമത്തുന്നു. ഇപ്പോൾ അമേരിക്കൻ പ്രോഡക്റ്റ് ഇന്ത്യ വരുമ്പോൾ ഇന്ത്യ ചുങ്കം ചുമത്തുന്നു 100%, 60%, ഇത്രയും വർഷങ്ങൾ ചുമത്തിയിട്ടുണ്ട്. ഇപ്പോൾ തിരിച്ച് അമേരിക്ക ചുമത്തുന്നു. കാരണം അമേരിക്ക എത്ര നാളും 5ഉം 10ഉം ഒക്കെ വെച്ച് ധാരാളം ടാരിഫ് ഡെഫിസിറ്റ് ഉണ്ട്. ഈ ചുങ്കത്തിൽ നമ്മൾ രണ്ട് രാജ്യം തമ്മിലുള്ള അന്തരം വലുതാണ്, വലിയ അന്തരമാണ്. ചൈനയുമായിട്ട് അന്തരമുണ്ട്, ഇന്ത്യയുമായിട്ട് വലിയ അന്തരമുണ്ട്, യൂറോപ്പ് രാജ്യങ്ങളുമായിട്ട് അന്തരമുണ്ട്, കാനഡയുമായിട്ട് വലിയ അന്തരമുണ്ട്. ഇതെല്ലാം ആ അന്തരം കുറയ്ക്കാനാണ് ട്രംപ് ശ്രമിച്ചത്. അല്ലാതെ ആ രാജ്യങ്ങളുടെ മേൽ നികുതി അടിച്ചേൽപ്പിച്ച് അവരെ പരിക്കേൽപ്പിക്കാനോ അല്ലെ അവരുടെ സാമ്പത്തിക തകർക്കാനോ ട്രംപിന് ഒരു ഉദ്ദേശവുമില്ല. അമേരിക്ക ശക്തമാണെങ്കിൽ ലോകം ശക്തമാകൂ. അമേരിക്ക ശക്തമായിരിക്കണം, എങ്കിലേ ലോകത്തിൻ്റെ വിപണി, ലോകത്തിൻ്റെ സാമ്പത്തിക രംഗം, ലോകത്തിൻ്റെ വ്യാപാര രംഗം ശക്തമാകൂ എന്ന് ട്രംപ് വിശ്വസിച്ചു. അദ്ദേഹം ഒരു ബിസിനസ്സുകാരൻ കൂടെയാണ്, അദ്ദേഹം വെറും ഒരു രാഷ്ട്രീയക്കാരനല്ല. ഇത്തരം കാര്യങ്ങളിൽ സെൻസ് ഇല്ലാതെ പെരുമാറാനായിട്ട് അദ്ദേഹത്തിന് വ്യക്തമായ ബോധ്യമുണ്ട്. ആ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അദ്ദേഹം ഇത്തരം കാര്യം ചെയ്യുന്നത്. വേറെ കാര്യം ചോദിക്കട്ടെ സാറേ, ഈ അമേരിക്കൻ സുപ്രീം കോടതി റിപ്പബ്ലിക്കൻസിൻ്റെ ജഡ്ജസ് അല്ലേ കൂടുതൽ, അല്ലെങ്കിൽ അവരെ പിന്തുണയ്ക്കുന്നവരല്ലേ? അതെ, അതിൽ 9-6 പേരും റിപ്പബ്ലിക്കൻ പാർട്ടി നോമിനികളാണ്. 6 പേര്. അവരിൽ 3 പേര് തിരിച്ചു വോട്ട് ചെയ്തു. കാരണം കൃത്യമാണ്. കാരണം അവർ പറയുന്നത് റിപ്പബ്ലിക്കൻ നോമിനികളാണെന്ന് പറഞ്ഞാൽ അവർ രാജ്യത്തിൻ്റെ ഭരണഘടനയല്ലേ അവരുടെ എല്ലാം ആധാരം. കാരണം നമ്മുടെ ഭരണഘടനയ്ക്ക് അതീതമായിട്ട് ട്രംപ് പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലെന്നുള്ള ചോദ്യം വരുമ്പോൾ തീർച്ചയായിട്ടും ഭരണഘടനയ്ക്ക് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ട്രംപ് എന്നുള്ള ഒരു വിഷയമല്ല അവിടെ. പുള്ളി അവരെയൊക്കെ ഒത്തിരി ചീത്ത വിളിച്ചു. എനിക്കറിയില്ല, അത് അങ്ങനെ പുറത്ത് കേട്ടിട്ടില്ല. പക്ഷേ അദ്ദേഹം അപ്സെറ്റാണ്. ഏത് വിധി ആർക്കെതിരായിട്ട് വന്നാലും അവർ അപ്സെറ്റ് ആകും. അപ്പോൾ അതേ രാജ്യത്ത് അങ്ങനെയാണ്. ഭരണാധികാരികൾ പ്രത്യേകിച്ചും കോടതി വിധികളെ എപ്പോഴും അനുകൂലമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് അദ്ദേഹം അപ്പോയിൻ്റ് ചെയ്ത ജഡ്ജസ് തന്നെ അദ്ദേഹത്തിനെതിരെ ഒരു വിധി അല്ലെങ്കിൽ പരിധി ലംഘിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഒരു അസ്വാരസ്യം ഉണ്ടാകാം. അത് പ്രകടമാക്കുന്നതിൽ അദ്ദേഹം മുൻപന്തിയിലുമാണ്. കാരണം ട്രംപ് ഒരിക്കലും ഒരു അഭിനയിക്കാൻ അറിയത്തില്ല. അദ്ദേഹം നേരെ പോ എന്നുള്ള ആളാണ്. അദ്ദേഹം മനസ്സെന്താണോ അദ്ദേഹത്തോട് പറയുന്നത് അദ്ദേഹം അത് പറയും. അതിന് സെൻസർഷിപ്പ് കുറവാണ്. പ്രസിഡന്റ് ട്രംപിൻ്റെ ഏറ്റവും വലിയ ഒരു കുറവായിട്ട് അല്ലെങ്കിൽ പരിഹരിക്കേണ്ടതായിട്ട് ഞങ്ങൾ കാണുന്ന ഒരു കാര്യം ഇതൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവനകളാണ്. അതൊഴിച്ച് അദ്ദേഹത്തിന് പരിഹരിക്കാനായിട്ട് മറ്റൊരു പ്രശ്നമില്ലെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. സാറേ, ഈ റിപ്പബ്ലിക്കൻ പാർട്ടിയിലും മലയാളികളായിട്ടുള്ള ധാരാളം പ്രവർത്തകരുണ്ട്, ലീഡർഷിപ്പിൽ പോലും പലരും വന്നിട്ടുണ്ട്. നമ്മുടെ സ്നേഹിതൻ, എൻ്റെയും താങ്കളുടെയൊക്കെ സ്നേഹിതനായിട്ടുള്ള റെജി, ടെക്സസിൽ ജോർജ് എബ്രഹാം, ടെക്സസിലെ GOPയുടെ ചെയർമാനാണ്. അദ്ദേഹം ആ പദവിയിലെത്തുന്ന
ഒരു വലിയ പദവിയാണ്. കാരണം ഒരു സംസ്ഥാനത്തിൻ്റെ GOPയുടെ അധ്യക്ഷനാണ് അദ്ദേഹം. വലിയ സുപ്രധാന പദവിയാണ്. ഇങ്ങനെ പലരും ഈ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ മലയാളികൾ പല നിലകളിൽ പല ഭാഗങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. ഈ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് എന്നൊരു പദവിയിൽ സാർ വരുന്നു, അല്ലെങ്കിൽ ആ നിലയിൽ സാറിൻ്റെ ഇതിനകത്തേക്കുള്ള എൻട്രി എങ്ങനെയാണ്? സാർ എങ്ങനെയാണ് ഈ പാർട്ടിയുടെ ഭാഗമായി മാറുന്നത്? ഞാൻ ഒരു വ്യക്തിപരമായൊരു ചോദ്യം. അതെ, 2019 വരെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഭാഗമായിരുന്നു. അത് ശരി. ശക്തമായിട്ട് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഓക്കെ. ഞാൻ ചെന്നപ്പോൾ തൊട്ടേ ആ പാർട്ടിയുമായിട്ട്, ഞാൻ ഇവിടെ ഒരു കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു എൻ്റെ ചെറുപ്പത്തിലൊക്കെ. KSU രാഷ്ട്രീയത്തിലൊക്കെ വളരെ സജീവമായിട്ട് സംസ്ഥാന തലം വരെ പ്രവർത്തിച്ച ആളാണ്. രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം അതെ ഞാൻ സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയമായിട്ട് ഏതാണ്ട് ബന്ധപ്പെട്ടതാണ് ഡെമോക്രാറ്റിക് പാർട്ടി എന്നാണ് ഞാൻ ധരിച്ചത്. കാരണം അങ്ങനെയാണ് മീഡിയ പറയുന്നതൊക്കെ അതാണ്. അപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടി എന്തോ ഒരു ഗില്ലേറ്റ് പാർട്ടിയാണ്, അവരെന്തോ സമ്പന്നരുടെ പാർട്ടിയാണ്, അല്ലെങ്കിൽ വലതുപക്ഷ എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു വംശീയതയാണ് അവരുടെ എന്നൊക്കെ ഉള്ള ഒരു നരേറ്റീവ് നമുക്ക് തന്നുകൊണ്ടിരുന്നത്. അപ്പം അത് അല്ല എന്ന് എനിക്ക് ബോധ്യപ്പെടുന്ന കാലം ഉണ്ടായി. പിന്നെ ഈ ട്രംപിനെ എതിർത്താണ് ഞാൻ. ട്രംപ് മത്സരിക്കുമ്പോൾ ഞാൻ ഹിലരി ക്ലിൻ്റൻ്റെ കൂടെ ആ ക്യാമ്പയിന് വർക്ക് ചെയ്ത ആളാണ്. ഇവൻ പ്രസിഡന്റ് ക്ലിൻ്റനൊപ്പം തന്നെ ഒരു ദിവസം ഞാൻ സഞ്ചരിച്ച് പ്രവർത്തിച്ച ആളാണ്. അത്രമാത്രം ഒരു വനിതാ പ്രസിഡന്റ് അമേരിക്കയ്ക്ക് വരുന്നു, അത് വലിയൊരു ആവേശകരമായിരുന്നു. അതുപോലെ തന്നെ ഒബാമ വന്നപ്പോൾ തന്നെ ഒരു ബ്ലാക്ക് പ്രസിഡന്റ് വരുന്നു. അങ്ങനെയൊക്കെയുള്ള വലിയ പക്ഷേ 2019 കഴിഞ്ഞപ്പോൾ ട്രംപ് അധികാരമേറ്റ ശേഷമായിട്ട് നടന്ന പല സംഭവങ്ങളും അദ്ദേഹത്തെ ഞാൻ പഠിക്കാൻ ആരംഭിച്ചു. അദ്ദേഹത്തിൻ്റെ ദർശനം, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ, അദ്ദേഹത്തിൻ്റെ ഈ പ്രസിഡൻസിയെക്കുറിച്ച് ഞാൻ പഠിച്ചപ്പോൾ പിന്നെ ഈ അദ്ദേഹത്തിനെതിരായിട്ട് ഈ ഡെമോക്രാറ്റിക് പാർട്ടി ഉയർത്തിവിട്ട ആരോപണങ്ങൾ, അന്വേഷണങ്ങൾ, റഷ്യൻ ഹോക്സ് തുടങ്ങിയിട്ടുള്ള ഒത്തിരി കെട്ടിച്ചമച്ച കോൺസ്പിറസി, അതിൻ്റെ പിന്നാമ്പുറം, അതിൻ്റെ പുറകിലുള്ള ആളുകളെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് ഞാൻ മീഡിയ മൊത്തം ട്രംപിനെതിരായിരുന്നു. അതെ, ട്രംപിനെതിരെ. അപ്പോൾ അതൊക്കെയാണ് എന്നെ ഈ കുറച്ചുകൂടെ ഈ റിപ്പബ്ലിക്കൻ പാർട്ടിയിലേക്ക് എന്നെ ആകർഷിച്ചത്. കാരണം ട്രംപ് ആരാണ്, ഈ പാർട്ടി എന്താണ്, ഈ ഡെമോക്രാറ്റിക് പാർട്ടി എന്താണ്? അത് തന്നെയല്ല, ഡെമോക്രാറ്റിക് പാർട്ടി പഴയ ഡെമോക്രാറ്റിക് പാർട്ടി അല്ല. 2012 അവരുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഗോഡ് എന്നുള്ള പദം അവർ മാറ്റി. ഗോഡ് എന്ന് പറയാൻ പാടില്ല. പാർട്ടിയുടെ ഓരോ നാഷണൽ കൺവെൻഷനിൽ അവർ തീരുമാനമെടുത്ത് ഗാഡ് എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ എല്ലാ പ്ലാറ്റ്ഫോമിൽ നിന്നും റിമൂവ് ചെയ്യപ്പെടണം, മാറ്റണം എന്നൊരു പ്രമേയം പാസ്സാക്കി. ഇനി ഗോഡ് എന്ന് പറയാൻ പറ്റത്തില്ല, അതൊരു സെക്യുലർ പാർട്ടിയായിട്ട് മാറി. അപ്പോൾ ഒരു സെക്യുലർ പാർട്ടിയാകുന്നു. അപ്പോൾ ഒരു സെക്യുലറിസം ഉണ്ടാകുന്നു, ലിബറലിസം, അതിൽ കൂടുതൽ റാഡിക്കൽ എല്ലാവരും അതിനകത്ത് ആകുന്നു. അതിനെ ഒരു റാഡിക്കൽ ഗ്രൂപ്പ് വിഴുങ്ങുന്നു. പഴയ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറഞ്ഞാൽ അദാസിയന്മാരുണ്ടായിരുന്ന പാർട്ടിയാണ്. ഇത് ഒരു റാഡിക്കൽ ലിബറൽ ഗ്രൂപ്പ് വന്ന് ഈ പാർട്ടിയെ കീഴടക്കുന്നു, അവർ ടേക്ക് ഓവർ ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ ആ പാർട്ടിക്കുണ്ടായ നമ്മുടെ മുമ്പിൽ ഒരു വലിയ അപജയമാണ്. അല്ലെങ്കിൽ അമേരിക്കൻ ജനതയുടെ മുമ്പിൽ ഇത്തരം പാർട്ടിയാണോ അമേരിക്കയ്ക്ക് വേണ്ടത്, അമേരിക്കയുടെ യാഥാസ്ഥിക സമൂഹത്തിന് അല്ലെങ്കിൽ ക്രിസ്ത്യൻ കാഴ്ചപ്പാടുകൾക്കും ചരിത്രത്തിനും ഈ പാർട്ടി നല്ലതാണോ, ആ ചോദ്യം. പിന്നെ റിപ്പബ്ലിക് പാർട്ടിയെക്കുറിച്ച് എനിക്കുണ്ടായ പുതിയ കാഴ്ചപ്പാടുകൾ, കൃത്യമായ വസ്തുതകൾ മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ ഡെമോക്രാറ്റിക് വിട്ട് റിപ്പബ്ലിക്. അപ്പോൾ ഞാൻ നേരത്തെ ചോദ്യം പറഞ്ഞത് ഈ 2020 വന്നപ്പോൾ കോവിഡ് കാലമാണ്, എല്ലാം പൂട്ടി, അമേരിക്ക മൊത്തം സ്തംഭനാവസ്ഥയിലാണ്. അപ്പോഴാണ് ട്രംപിൻ്റെ രണ്ടാം മത്സരമാണ്, പ്രസിഡൻ്റായിരിക്കും അദ്ദേഹം മത്സരിക്കുകയാണ് 2020. അപ്പോൾ അതിൻ്റെ ചെയർമാനായിരുന്ന എഡ് റോളിൻസ്, ഞാനുമായിട്ടൊരു 25 വർഷത്തെ ബന്ധമുണ്ട്. ഞാൻ ജോലി ചെയ്ത സ്ഥാപനത്തിൽ അദ്ദേഹം സന്ദർശകനായിരുന്നു. അദ്ദേഹം ഉണ്ടാക്കിയ വ്യക്തിബന്ധമാണ് ഈ രംഗത്തേക്ക് എന്നെ എത്തിച്ചത്. അല്ലാതെ ഞാൻ അതിനുവേണ്ടി വന്നതല്ല, അങ്ങനെ പ്രവർത്തിച്ച് വരാൻ പറ്റുന്ന ഒരു ഇടമല്ല ഇതൊന്നും. അപ്പോൾ അദ്ദേഹം എന്നെ കോവിഡ് കാലത്ത് ഞാൻ ഈ പാർട്ടിയിൽ നിന്ന് മാറി ഒരു റിപ്പബ്ലിക്കൻ അനുഭാവിയാന്നുള്ള കാര്യത്തെ അറിയിച്ചപ്പോൾ അദ്ദേഹം എന്നെ ക്ഷണിക്കുകയുണ്ടായത്. ട്രംപിൻ്റെ ഈ ടീമിലേക്ക് എന്നെ ക്ഷണിച്ചു. അദ്ദേഹം അന്ന് പാർട്ടിയുടെ ഇലക്ഷൻ ചെയർമാനായിരുന്നു, നാഷണൽ ചെയർമാനായിരുന്നു. അദ്ദേഹമാണ് 1982 റൊണാൾഡ് റീഗനെ ക്യാമ്പയിൻ്റെ ചെയർമാനും അദ്ദേഹമായിരുന്നു. 82 അന്ന് തൊട്ട് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും അതിയായനായ ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞനാണ് എഡ് റോളിൻസ്. അദ്ദേഹം ഹോൾ ഓഫ് ഫെയിമാണ്. അതിനകത്ത് അദ്ദേഹത്തിന് പ്രത്യേക അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ 5 പ്രസിഡന്റുമാരുടെ ഉപദേശമാണ് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാൾ പെട്ടെന്ന് എന്നെ ക്ഷണിക്കുന്നു. ഞാൻ ഉദ്ദേശിച്ച അദ്ദേഹത്തോടൊപ്പം ഒരു ഓഫീസിൽ പണിയെടുക്കാനായിരിക്കും എന്ന് വിചാരിച്ചത്. പക്ഷേ പെട്ടെന്നാണ് ആഴ്ചയിൽ തന്നെ ട്രംപിൻ്റെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ള ട്രംപിൻ്റെ ക്യാമ്പയിൻ മാനേജേഴ്സുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിനാണ് അദ്ദേഹം എന്നെ ഒരു സൂം മീറ്റിംഗ് ക്ഷണിച്ചത്. ആ ഗൂഗിൾ മീറ്റിംഗ് അന്ന് ചെന്നപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് ഇത് ഒരു സ്ട്രാറ്റജി ഗ്രൂപ്പിലേക്കാണ് എന്നെ ക്ഷണിച്ചത്. അപ്പോൾ എന്നെ 25 വർഷം അടുത്തറിയാവുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞാൻ അദ്ദേഹത്തിന് പല റിസോഴ്സായിട്ട് ഞാൻ മാറിയിട്ടുണ്ട്. പല ഏഷ്യൻ വിഷയങ്ങളിലൊക്കെ തന്നെ ഒത്തിരി കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ബുക്ക് എഴുത്തിൽ തന്നെ ഞാൻ സഹായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒത്തിരി ഇൻസൈറ്റ്സ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനുള്ള എൻ്റെ ഉള്ള വിശ്വാസം, ആ വിശ്വാസം അദ്ദേഹം അന്ന് ഉറപ്പിച്ചാണ് എന്നെ വിളിച്ചതും
അങ്ങനെയാണ് ആദ്യമായിട്ട് ഒരു ഇന്ത്യക്കാരൻ അങ്ങനെ ഒരു രാഷ്ട്രീയ സമിതിയിലേക്ക് ഒരു പ്രസിഡന്റിൻ്റെ രാഷ്ട്രീയ ഇലക്ഷൻ ക്യാമ്പയിൻ സ്ട്രാറ്റജിസ്റ്റായിട്ട് വരാനിടയായ കാര്യമാണ്. അതിനുശേഷം അടുത്ത വർഷമാണ് പാർട്ടി ചെയർമാനായിരുന്ന റോണ മക്ഡാനിയൽ എന്നെ പാർട്ടിയുടെ ഉപദേശ സമിതിയിലേക്ക് നോമിനേറ്റ് ചെയ്തു, ഇലക്ഷൻ ഉപദേശ സമിതിയിലേക്ക്. അതും ഏക ഇന്ത്യക്കാരൻ ഞാനാണ്. ഈ രണ്ട് രംഗത്തും ഒരു ഇന്ത്യക്കാർ കടന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ 2020 ശക്തമായിട്ട് ക്യാമ്പയിനിൽ പ്രവർത്തിച്ചു. ട്രംപ് പരാജയപ്പെട്ടു. എന്നാൽ വീണ്ടും 24 വീണ്ടും പ്രവർത്തിച്ചു. അദ്ദേഹം ഉജ്ജ്വലമായി. ശരിക്കും വീണ്ടും പുള്ളിക്ക് ഒരു സ്ഥാനാർത്ഥിത്വം ലഭിക്കുമോ എന്ന് പോലും നമ്മൾ സംശയിച്ചാണ് അല്ലേ? പ്രൈമറിയിൽ ഒരു കടുത്ത മത്സരം ഉണ്ടായിരുന്നു. പക്ഷേ നിക്കി ഹേലി ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് മത്സരിച്ചത്. പക്ഷേ എങ്കിലും ട്രംപ് വളരെ വിദൂരമായിട്ടുള്ള മുൻപിലായിരുന്നു. ട്രംപിൻ്റെ ഒരു അടുത്തെത്താൻ ആർക്കും കഴിഞ്ഞില്ല. ഗവർണറായിരുന്ന പിന്നെ ഫ്ലോറിഡ ഗവർണറായിരുന്ന റോൺ, അല്ലെങ്കിൽ നിക്കി ഹേലി, വിവേക് രാമസ്വാമിയൊക്കെ വന്നു. അവരൊക്കെ തന്നെ സിംഗിൾ ഡിജിറ്റിലൊക്കെയാണ്, അല്ലെങ്കിൽ 10, 15, 20 ഒക്കെ വന്നുള്ളൂ. ട്രംപാണ് അന്നും രണ്ടാം തവണയും ട്രംപിനുണ്ടായ വിജയം ഉജ്ജ്വല വിജയമാണ്. അമേരിക്കൻ ചരിത്രത്തിൽ 2-3 പേരെ വീണ്ടും അധികാരത്തിൽ വന്നിട്ടുള്ളൂ. തോറ്റ പ്രസിഡന്റ് വരിക എന്നുള്ളത് അതാണ്. അതുപോലെ ഇരിക്കുന്ന പ്രസിഡന്റ് തോക്കുക എന്നുള്ളതും കുറച്ച് പേരെ തോറ്റിട്ടുണ്ട്. അപ്പോൾ രണ്ടും ട്രംപിൻ്റെ കാര്യത്തിൽ വളരെ അപൂർവതയാണ്. അദ്ദേഹം വന്നു ശക്തമായി തിരിച്ചു വന്നു. ഇന്ന് ശക്തമായി തുടരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വം അമേരിക്കയ്ക്ക് വളരെയധികം ആവേശകരമാണ്, പ്രതീക്ഷാ നിർഭരമാണ്. പക്ഷേ ലോകം എങ്ങനെ കാണുന്നുള്ളത് കാണുന്നവരുടെ കാഴ്ചപ്പാട്. അമേരിക്കയിൽ പുള്ളിയുടെ റേറ്റിംഗ് ഒക്കെ വളരെ ഉയർന്നിരിക്കുകയാണ്. അത് ഓരോ വിഷയങ്ങൾ വരുമ്പോഴാണ് അവരുടെ റേറ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പം ഓരോ സംഗതികൾ വരുമ്പോൾ. പക്ഷെ പൊതുവെ യുവാക്കൾക്കിടയിൽ ട്രംപിന് ഭയങ്കര സ്വീകാര്യതയാണ്. അമേരിക്കൻ യുവജനത സ്റ്റുഡൻസ് അല്ലെ യുവതിയുവക്കന്മാർ, അവർ ട്രംപിനെ കാണുന്ന വലിയ ഹീറോയാണ്. അവർ വലിയ ഹീറോയാണ്. കാരണം അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത തരത്തിലുള്ള ഉജ്ജ്വലമായിട്ടുള്ള പ്രകടനം, അല്ലെങ്കിൽ അമേരിക്കൻ ജനതയ്ക്ക് വേണ്ടി, യുവജനതയ്ക്ക് വേണ്ടിയുള്ള വലിയ പ്ലാനിങ് ട്രംപാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അമേരിക്കയിലേക്ക് നിക്ഷേപം തിരിച്ചു വരുന്നു, വ്യവസായങ്ങൾ മടങ്ങി വരുന്നു, ജോലി സാധ്യത കൂടുന്നു, സാമ്പത്തിക ശക്തിപ്പെടുന്നു, ഇൻഫ്ലേഷൻ കുറയുന്നു. പിന്നെ ബോർഡർ അടച്ച് സെക്യൂറാക്കുന്ന ആരും ഇപ്പം കയറി വരുന്നില്ല. മറ്റേ ഓരോ ദിവസവും 3000-4000 പേർ കയറി വന്നിരുന്ന ബോർഡറിൽ 20 മില്യണോളം ആളുകളാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അമേരിക്ക കടന്നത്. ഈ മതിലുപണി പൂർത്തിയായോ? മതിലുപണി പൂർത്തിയായിട്ടില്ല, ഇനി പൂർത്തിയാക്കാനുണ്ട്. പക്ഷേ പട്ടാളത്തിൻ്റെ സാന്നിധ്യമുണ്ട്. 10,000-ഓളം പട്ടാളക്കാരാണ് മെക്സിക്കൻ അതിർത്തിയിൽ ഈ അതിർത്തി കാത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ആ സാന്നിധ്യം തന്നെ അവരുടെ അത് കൃത്യമായിട്ടുള്ള, അതുകൊണ്ട് കഴിഞ്ഞ മാസങ്ങൾ ആരും കയറി വന്നിട്ടില്ല. ഓക്കെ. ഈ പിന്നെ ഇപ്പം ലോകത്തെ മുഴുവൻ പിടിച്ചു കുലുക്കുന്ന ഒരു വിഷയമാണ് എപ്സ്റ്റീൻ ഫയലുകൾ. അമേരിക്കയിലും അത് വലിയ കോളക്കങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിൽഗേറ്റ്സ് പോലും കഴിഞ്ഞ ദിവസം ക്ഷമ പറയുന്ന പോലുള്ള സാഹചര്യം. എന്ത് പറയുന്നു? ഈ ട്രംപും അതിൻ്റെ ഭാഗമല്ലേ? ന്യൂയോർക്കിൽ വെച്ചാണ് ട്രംപ് ഇദ്ദേഹത്തെ കാണുന്നത്. ട്രംപ് ന്യൂയോർക്ക് ബിസിനസ്സുകാരനാണ്, അറിയാമല്ലോ. അപ്പോൾ ഇദ്ദേഹം ന്യൂയോർക്കിൽ ഒരു അധ്യാപകനായിരുന്നു, അധ്യാപകനായിരുന്നു. അപ്പോൾ ന്യൂയോർക്കിൽ ഇദ്ദേഹം ഈ അധ്യാപകനായിരിക്കുമ്പോൾ തന്നെ ഇദ്ദേഹം സൊസൈറ്റിയിൽ പല സോഷ്യലൈസ് ചെയ്ത ആളുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ക്ലബുകളിൽ പോവുകയും, അപ്പോൾ ഇങ്ങനെ ഈ സമ്പന്നരായിട്ടുള്ള ആളുകളുമായിട്ട് ഈ എപ്സ്റ്റീൻ ബന്ധമുണ്ടാക്കി. ഇയാൾ ഭയങ്കര മധ്യസ്ഥൻ എന്ന് പറയുമ്പോഴും കണക്കൂട്ടാൻ എടുക്കാനാണ് അയാൾ. കാരണം അയാൾ കാൽക്കുലേറ്റഡ് ആണ്. കാരണം കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ബന്ധങ്ങളാണ്. അപ്പോൾ ഏറ്റവും വലിയ അതിസമ്പന്നരുമായിട്ട് ബന്ധം ഉണ്ടാക്കുക, അങ്ങനെ അതിലൂടെ അദ്ദേഹം പണക്കാരനായി മാറും. അല്ല, നമ്മുടെ മുൻപിലുള്ള വലിയ വിഗ്രഹങ്ങൾ നോം ജോസ്കെ പോലുള്ളവരൊക്കെ എന്ത് ചെയ്യുക, ഈ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു എന്ന് പറയുന്നത്. അതെ. അപ്പോൾ ഈ വലിയ സമ്പന്നരെയും സെലിബ്രിറ്റികളെയും ഒക്കെ അദ്ദേഹം മുന്നം വെച്ച് സുഹൃത്തുക്കളാക്കിയപ്പോൾ അദ്ദേഹത്തിന് ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു: ഇവരിലുള്ള വീക്ക്നെസ് കണ്ടുപിടിക്കുക, ഇവരിലൊക്കെയുള്ള ബലഹീനത കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇയാൾ ഉണ്ടാക്കിയ ഒരു വലിയ സ്കീമാണ് ഈ പറയുന്ന അണ്ടറേജ് ഗേൾസിന്. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നത്? അത് ബോർഡർ വഴിയാണ് വരുന്നത്. ബോർഡർ വഴി കയറി വരുന്ന ആയിരക്കണക്കിന് ആളുകളിൽ നിന്നും ഈ പെൺകുട്ടികളെ ഇയാൾ ഏജൻറ്റുകൾ വഴി അവിടുന്ന് കൊണ്ടുപോവുക, അവരെ വേറെ പാർപ്പിക്കുക, ഇവരെ പ്രൈവറ്റ് ജെറ്റുകളിലും ഈ റിസോർട്ടിലും കൊണ്ടുവന്ന് ഇവർക്ക് കാഴ്ചവെക്കുക. അപ്പോൾ ഇത് ഭയങ്കരമായ ഒരു ക്രിമിനൽ ഒരു കമ്പനി അദ്ദേഹം നെറ്റ്വർക്ക് അദ്ദേഹം സൃഷ്ടിച്ചു. അതെ. അപ്പോൾ ഇത് തന്ത്രപരമായി ഒരു ഐലൻഡ് അദ്ദേഹം വാങ്ങിച്ചു. അവിടെ പോലീസില്ല, നിയമമില്ല, അവിടേക്ക് പോലീസ് വരാൻ കഴിയത്തില്ല. അപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള ഒരു പരിരക്ഷ അദ്ദേഹത്തിന് കിട്ടി. ആ ഭരിക്കുന്ന പാർട്ടി ആരാണോ അവരുമായിട്ട് അദ്ദേഹം ബന്ധമുണ്ടായി, അവർ സന്ദർശകരായി, ന്യായാധിപന്മാരോട് പോകാൻ തുടങ്ങി. ക്ലിൻ്റൺ ഉൾപ്പെടെ. അതെ, പ്രസിഡന്റ് ക്ലിൻ്റൺ വരെ അത് 20 തവണ പോയെന്ന് പറയുന്നു. അപ്പോൾ ഇവിടേക്ക് ട്രംപ് പോയിട്ടില്ല. കാരണം എന്താ പറയുക, ട്രംപ് 15 വർഷം മുമ്പ് ഇദ്ദേഹമുള്ള ബന്ധം ഉപേക്ഷിച്ചു. ഇദ്ദേഹം ഈ ക്രിമിനൽ കാര്യങ്ങൾ തുടങ്ങിയപ്പോൾ തന്നെ ട്രംപ് അദ്ദേഹത്തെ വാൺ ചെയ്തു. അദ്ദേഹം പിന്നീട് അദ്ദേഹത്തെ കാണാൻ കൂട്ടാക്കിയില്ല. 15 വർഷം മുമ്പ് ട്രംപ് അദ്ദേഹമുള്ള ബന്ധം ഉപേക്ഷിക്കുകയും ചെയ്തു.
അതുകൊണ്ട് ട്രംപ് ഒരു ക്രൈം ചെയ്തെങ്കിൽ മാത്രമേ ഇതിനകത്ത് ട്രംപിന് കുറ്റകരമുള്ളൂ. ഇപ്പോൾ നമ്മളൊരാളെ അറിയുന്നെന്നുള്ളത് ഒരു കുറ്റകരമല്ല. ഇപ്പോൾ നമ്മൾ ആരെല്ലാം അറിയാം, ഒരാൾ ദാവൂദ് ഇബ്രാഹിമിനെ അറിയാമെന്നുള്ളത് ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഒരു ഭീകരനായി മാറും. ഇല്ല, നമ്മൾ ആരെ അറിയുന്നുള്ളതല്ല, അവരോടൊപ്പം ആ ക്രൈമിൽ പങ്കെടുത്തിട്ടുണ്ടോ, അതിൽ കൂട്ടാളിയാണോ, അതിൻ്റെ ഗൂഢാലോചനയിൽ പങ്കുണ്ടോ, ഏതെങ്കിലും ഭാഗത്ത് നമ്മുടെ ഒരു സാന്നിധ്യം, ഒരു പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ടോ, ഇതല്ലേ നമ്മുടെ കോടതികൾ നോക്കുന്നത്. അപ്പോൾ അതിൽ ട്രംപിന് അങ്ങനെ ഒരു സംഭവമില്ല. ഉണ്ടെങ്കിൽ ഇത്രായിരം ഫയൽ അദ്ദേഹം പുറത്തു കൊടുത്തില്ല. അല്ല, ഇപ്പോഴും മറച്ചു വെക്കപ്പെട്ട ഒത്തിരി ഭാഗങ്ങളുണ്ടല്ലോ. അല്ലാതെ ചില സെൻസിറ്റീവ് കാര്യങ്ങൾ അതിപ്പോഴും അത് ചില കോടതികളുടെ കൂടെ പിന്നെ പരിഗണനയ്ക്ക് ഇരിക്കുകയാണ്. ചില വിഷയങ്ങൾ പുറത്തു വിടണമെങ്കിൽ കോടതിയും കൂടെ ചില പ്രത്യേക അനുമതി കൊടുക്കണം. അപ്പോൾ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് അത്തരം ഭാഗങ്ങൾ ഫെഡറൽ കോടതിയുടെ പരിഗണനയ്ക്ക് വെച്ചിട്ടുണ്ട്. അവർ റിലീസ് ചെയ്യാൻ പറഞ്ഞാൽ റിലീസ് ചെയ്യാം. അത് ചില രഹസ്യ അല്ലെങ്കിൽ ചില രാജ്യ താല്പര്യങ്ങൾ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ടുള്ള പ്രത്യേക അനുമതി കാത്തിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ ഏറെക്കുറെ എല്ലാ ഫയലും പുറത്തു വിട്ട് കഴിഞ്ഞു. ധാരാളം പേരുടെ പേരുകൾ ലോകം കണ്ടു കഴിഞ്ഞു, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇത് സംഭവിച്ചൊരു ഡിമോറലൈസേഷൻ ഇതുകൊണ്ട് ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ മുഖ്യധാരയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ലൈം ലൈറ്റിൽ നിൽക്കുന്ന ധാർമ്മികതയുടെയൊക്കെ ഏറ്റവും അങ്ങേയറ്റത്ത് നിൽക്കേണ്ട ആളുകളും ഇങ്ങനെയൊക്കെ ആണെന്നുള്ളൊരു പൊതുബോധത്തിലേക്ക് എന്ത് ചെയ്യുകയാണ് ജനങ്ങൾ എത്തിച്ചേരുക. അല്ല, അത് പുതിയൊരു കാര്യമല്ല. ഈ പൊതുബോധം നേരത്തെ ഉണ്ടല്ലോ, നേരത്തെ ഉണ്ട്. ഇപ്പോൾ അമേരിക്ക എന്താ നേരത്തെ ഞങ്ങൾക്കറിയാം. അമേരിക്കൻ ജനങ്ങളുടെ ഒരു നേർചിത്രമാണ് ട്രംപ് എപ്സ്റ്റൈൻ ഫയൽ എന്ന് പറയുന്നത്. ഇത് പുതിയൊരു കാര്യമല്ല. എന്താണ് ഇത് പുതുമയിരിക്കുന്നത്? ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം തന്നെ ഇപ്പം തന്നെ അമേരിക്കയിൽ സ്വാതന്ത്ര്യത്തിൻ്റെ വലിയ നാടാണ്, അല്ലേ? അപ്പോൾ അവിടെ അധാർമികത പെരുകുമ്പോൾ തന്നെ ധാർമ്മികതയ്ക്കും സ്ഥാനമുണ്ട്. ഉണ്ട്. യാഥാസ്ഥികരായിട്ടുള്ള അമേരിക്കക്കാർ മില്യൺസ് ആളുകളുണ്ട്. ഒരു കുടുംബം, ഒരു ഭാര്യ, അല്ലെങ്കിൽ കേരളത്തെ പോലെ ഇന്ത്യയെ പോലെ നമ്മുടെ കുടുംബങ്ങൾ വിശ്വസിക്കുന്ന, സദാചാര മൂല്യം വിശ്വസിക്കുന്ന, ദൈവഭയമുള്ള ക്രിസ്ത്യാനികളായിട്ടുള്ള എത്രയോ എക്സ്ട്രീമിലുമുള്ള ആളുകളുടെ ഒരു ഈ പിന്നെ അത് ബൈബിൾ പറയുന്നുണ്ടല്ലോ, സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കി എന്ന് പറയും. അപ്പോൾ ആ സ്വാതന്ത്ര്യം നമുക്ക് ക്രിസ്തു നമ്മൾ സ്വതന്ത്രരാണ്, ഫ്രീ ആണ്. ആ സ്വാതന്ത്ര്യം ഒന്ന്. അപ്പോൾ തന്നെ അത് ക്രിസ്തീയത അനുഭവിക്കാനാണ്. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, സന്തോഷ ജീവിതമാണ്. അതും എൻ്റെ ഒരു സന്തോഷം, അതിൻ്റെ സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ തന്നെ ഈ സ്വാതന്ത്ര്യം ഏത് തിന്മയ്ക്കും അല്ലെങ്കിൽ ഏത് കുറ്റകൃത്യത്തിനും നമ്മളെ നയിക്കാൻ, ഏത് അധാർമികയിലേക്കും പോകാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ശക്തിയോടാണ്. ഇത് രണ്ടും ഒരുമിച്ച് സമ്മേളിക്കുന്ന ഒരു സംഗമ രാജ്യമാണ് അമേരിക്ക. ഈ എപ്സ്റ്റൈൻ ഫയൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു നേർചിത്രമാണ്. ഇവരൊക്കെ തന്നെ ഈ എപ്സ്റ്റൈൻ ഇല്ലെങ്കിൽ ഇവർ പോകും. എപ്സ്റ്റൈൻ നല്ല കാരണം ഇതിൻ്റെ മനസ്സിലായി. ഇവരൊക്കെ തന്നെ എപ്സ്റ്റൈൻ ഇല്ലെങ്കിൽ വേറെ എപ്സ്റ്റൈൻ കണ്ടുപിടിക്കും, അല്ലെ മറ്റൊരു വഴി തേടും. പിന്നെ ഒരു കാര്യമുണ്ട്, പിന്നെ അതിനകത്ത് വന്ന ഏറ്റവും വലിയ അധാർമ്യം എന്ന് പറയുന്നത് അൺറേജ് ഗേൾസാണ്, ശബ്ദമില്ലാത്ത ആൾക്കാരാണ്. ഇപ്പോൾ ഇവർക്ക് പാസ്പോർട്ടില്ല, ഇവർക്ക് രേഖകളില്ല, ഇവർക്ക് ശബ്ദമില്ല, ഇവർ ജീവിച്ചിരിക്കുന്നു എന്ന് പോലും ആരും അന്വേഷിക്കാത്ത ഒരു സമൂഹം. അതെ, 2-3 പേര് വന്ന് കോടതിയിൽ മൊഴി പറഞ്ഞു, അങ്ങനെയല്ലേ ഈ അറസ്റ്റൊക്കെ ഉണ്ടായത്, അല്ലെങ്കിൽ ഇതൊക്കെ ലോകം അറിയുന്നത്. പക്ഷേ ഇന്നും അറിയാത്ത 100 കണക്കിന് ഈ അതിർത്തി കയറി വന്ന പെൺകുട്ടികൾ, അവർക്ക് നിയമസാധു ഇല്ലാത്തതുകൊണ്ട് പരാതി കൊടുത്താൽ അവരെ ഡിപ്പോർട്ട് ചെയ്യപ്പെടും. അത് വിക്ടിം എന്നല്ല അവിടെ നോക്കുന്നത്, അവർ അതിർത്തി കൊടിയേറ്റക്കാരാണെന്ന് നോക്കുന്നത്, അല്ലേ? അപ്പോൾ അത് മുതലെടുത്താണ് ഇയാൾ ചെയ്തത്. എന്തുകൊണ്ട് അയാൾ അമേരിക്കൻ പെൺകുട്ടികളെ കൊണ്ടുപോയില്ല? എന്തുകൊണ്ട് അതിർത്തി കയറി വന്ന ആളുകൾ? അമേരിക്കൻ പെൺകുട്ടികളില്ല ഇതിനകത്ത്. അധികമില്ല. ഉണ്ടെങ്കിൽ അവർക്ക് നാളെ പരാതി കൊടുക്കാം, അവർക്ക് ബാക്കപ്പ് ഉണ്ട്, അവർക്ക് കുടുംബമുണ്ട്. പൗരത്വമില്ലാത്ത ആളുകളാണ് ഇവരെ ഈ എപ്സ്റ്റൈൻ്റെ ഏറ്റവും വലിയ ഇരകൾ. കാരണം അവർക്ക് ശബ്ദമില്ലാത്ത കാലം അവർക്ക് പരാതിയില്ല, അവർക്ക് കേസില്ല, ഇവരെല്ലാം രക്ഷപ്പെടും. ഇപ്പോഴും ഇപ്പോഴും ഈ പേര് ഉൾപ്പെട്ട ആളുകളെയൊക്കെ ഇതിനകത്ത് ഉൾപ്പെടണം നമുക്കറിയാമെങ്കിൽ പോലും തെളിയിക്കണമെങ്കിൽ അതിൻ്റെ വിക്ടിംസ് വന്ന് പരാതി പറയണം, കോടതി മൊഴി കൊടുക്കണം, അല്ലെ എങ്ങനെ തെളിയിക്കുന്നത്? അപ്പം പേര് വന്നുകൊണ്ട് കാര്യമില്ല. ആ പേര് വന്ന ഓരോരുത്തരും ചെയ്ത ക്രൈമിൻ്റെ പുറകിലുണ്ടായിരുന്ന ഇര വന്ന് മൊഴി നൽകി ആ കുറ്റകൃത്യത്തിലേക്ക് കോടതി കണ്ടുപിടിച്ച് അദ്ദേഹം ശിക്ഷിക്കണം. ഇങ്ങനെയാണ്. അല്ലാതെ പേര് വന്നുകൊണ്ടാരും കുറ്റക്കാരാകുന്നില്ല. അത് ആ ഒരു നിയമത്തിൻ്റെ പിൻബലം, അതിൻ്റെ പഴുതുകളാണ് ഈ മനുഷ്യൻ മുതലാക്കിയതും. ഈ മനുഷ്യൻ അയാൾ ഫിനാൻഷ്യലായിട്ട് മാറി. അപ്പോൾ ഇത് മാത്രമല്ല, ഇയാൾ ഇതെല്ലാം തന്നെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഈ വരുന്ന മുഴുവൻ ആളുകളും വരുന്നത് ബ്ലാക്ക് മെയിലിംഗ് അയാളുടെ ഒരു പ്രധാന ലക്ഷ്യമായിരുന്നല്ലോ. അതെ, ഒരുപക്ഷെ ഈ ബ്ലാക്ക് മെയിലിന് പുറകിൽ ഏതോ ശക്തികളുണ്ട്, ഉണ്ടാകാം എന്നുള്ള കാര്യം പൊതുവെ പറയപ്പെടുന്നുണ്ട്. അതിനകത്ത് മറ്റു വിദേശ രാജ്യങ്ങൾ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടോ, വിദേശ ചാരസംഘങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അതൊക്കെ ഒത്തിരി മൊസാദിന്റെ പേരൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ പല ശക്തികൾ ഉണ്ട്. അത് മാത്രമല്ല, എപ്സ്റ്റൈൻ്റെ മരണം, അദ്ദേഹം ആരും കയറാൻ കഴിയാത്ത അത്ര ശക്തമായ ഒരു ജയിൽ സെല്ലിൽ എങ്ങനെ അദ്ദേഹം തൂങ്ങി മരിച്ചു, ആ തൂങ്ങാനുള്ള വസ്തു അവിടെ കിട്ടി,
ഇതൊക്കെ തന്നെ ഭയങ്കര സംശയകരമാണ്. അദ്ദേഹം മരിച്ചപ്പോൾ തന്നെ അവിടെ മാധ്യമങ്ങളൊക്കെ തന്നെ ഒരുപോലെ പറഞ്ഞ കാര്യം ഇത് ആത്മഹത്യയല്ല എന്നാണ് സ്ഥാപിക്കാൻ ശ്രമിച്ചത്. ഇപ്പോഴും പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാരും അവിടെയുള്ള ഗാർഡുകളുടെയൊക്കെ മൊഴികൾ ഈ ആത്മഹത്യയല്ല, ഇതൊരു കൊലപാതകമാണെന്ന് തെളിയിക്കാനുള്ള പല സൂചനകളും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഇനിയും അതും കോടതിയുടെ അന്വേഷണത്തിൽ പുറത്തു വരും. ഓക്കെ, ട്രംപിൻ്റെ വിഷയത്തിലേക്ക് തിരിച്ചു വന്നാൽ, ട്രംപ് ഈ മിഡിൽ ഈസ്റ്റിൽ പ്രത്യേകിച്ച് ഇറാനുമായുള്ള വിഷയത്തിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഇടപെടുകയാണ്. ഇടപെടുന്നു എന്ന ഒരു തോന്നലുണ്ടാക്കി. അതോടനുബന്ധമായി ഇറാനിൽ വലിയ കലാപങ്ങളുണ്ടായി. അവിടുത്തെ ജനങ്ങൾ ട്രംപിനെ വിശ്വസിച്ച് കലാപത്തിനിറങ്ങി. ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് കണക്കനുസരിച്ച് ഏതാണ്ട് 32,000 ആളുകൾ ഇതിനകം കൊല്ലപ്പെട്ട് കഴിഞ്ഞു. എന്ത് സംഭവിക്കും അവിടെ? അല്ല, ഇത് ഇറാനിൽ വലിയ ജനകീയ പ്രക്ഷോഭമാണ്. ഇത് ട്രംപ് അല്ല ഇതിൻ്റെ കാരണക്കാരൻ. അതിന് മുമ്പേ തുടങ്ങിയാണ്. എത്രയോ വർഷമായിട്ട് അടിച്ചമർത്തപ്പെട്ട ജനതയാണ് ഇറാൻ ജനത. അവിടെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല. അവിടെ മതം എന്ന് പറയുന്നത് അവർ പറയുന്ന മതമാണ്. അവിടെ എത്രയോ ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ കൊല്ലപ്പെടുന്നു. എത്രയോ ക്രൈസ്തവ സഭകൾ ഉണ്ടാകുന്ന അവിടെ. ഇന്ന് ചൈന കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്രൈസ്തവരുടെ വളർച്ച ഉണ്ടാകുന്നത് ഇറാനിലാണ്. ഇത് പല ലോകത്തെ അറിയില്ല. അത് ഇറാനിൽ വലിയ വളർച്ചയാണ്. ധാരാളം രഹസ്യമായിട്ട് ആ നിലയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇതൊക്കെ സ്വാതന്ത്ര്യമാണ്. മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം അടിച്ചമർത്തപ്പെടുന്നിടത്ത് അമേരിക്ക ഇടപെടും. അമേരിക്ക എന്ന് പറയുക സ്വാതന്ത്ര്യത്തിൻ്റെ വക്താവാണ്, അതിൻ്റെ കാവൽഭടനാണ് ലോകത്തിൻ്റെ. അപ്പോൾ അവിടെ ജനാധിപത്യം ഹംസിക്കപ്പെടുന്നു, ജനങ്ങളുടെ അവകാശങ്ങൾ അടിച്ചമർത്തപ്പെടുന്നു, സ്വാതന്ത്ര്യം ഇല്ലാതാകുന്നു. ഇതിവിടെ അമേരിക്ക ഇടപെടും. അമേരിക്ക അങ്ങനെ ഇടപെട്ടിട്ടുണ്ട്. ആ രാജ്യമാണ് അമേരിക്ക. ലോകം മുഴുവൻ അവർ അതിൻ്റെ അധികാരപരിധി ഉണ്ടാക്കാറില്ല. അവരത് വിശ്വസിക്കുന്നുണ്ട്. അമേരിക്ക അതിൻ്റെ സംരക്ഷകരാണെന്നുള്ള വിശ്വാസം അമേരിക്കയുടെ എല്ലാ ഭരണകൂടത്തിനുണ്ട്. ഇന്നും അതുണ്ട്. ട്രംപ് അതിന് മുമ്പിലാണ്. അപ്പോൾ ഇറാനിലുണ്ടായ ജനകീയ പ്രക്ഷോഭത്തെ അടിച്ചമർത്തുന്നതിൽ ഇവർ കാണിക്കുന്ന അതിക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ, ഷൂട്ട് ചെയ്യുക, എല്ലാ പ്രക്ഷോഭരെയും ഷൂട്ട് ചെയ്യുക, അത് അമേരിക്ക നോക്കി നിൽക്കത്തില്ല. അമേരിക്ക ഇടപെടും. അതിന് റഷ്യയോ ചൈനയോ ഒന്നും എതിരെ നിന്നും പറഞ്ഞാൽ അതൊന്നും അമേരിക്കയ്ക്ക് ഭയമില്ല. അമേരിക്ക ഇടപെടും. ട്രംപ് ഒരു കാര്യം, എന്നാൽ അവസാനം ട്രംപ് വിശ്വസിക്കുന്നത് ഡയലോഗാണ്. അദ്ദേഹം വാറെന്ന് പറഞ്ഞാൽ അതിൻ്റെ അവസാനത്തെ ആയുധമാണ്. അതുവരെ അദ്ദേഹം നയതന്ത്രത്തിലൂടെ പരിഹാരം ഉണ്ടാക്കാൻ നയതന്ത്രത്തിലൂടെയോ ചുങ്കം പ്രഖ്യാപിച്ചോ ഏത് വഴിയിലാണെങ്കിൽ അല്ല, യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി അദ്ദേഹം എന്ത് ചെയ്യും? യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി എന്ത് തന്ത്രം അദ്ദേഹം ഉപയോഗിക്കും? അതാണ് നയതന്ത്രം എന്ന് പറയുന്നത്. അതാണ് കഴിവ്. നമ്മൾ യുദ്ധത്തിലേക്ക് പോകുന്ന കഴിവല്ല, യുദ്ധം പോകുന്ന കഴിവല്ല, കഴിവുകേടാണ് യുദ്ധത്തിലേക്ക് പോകാന്ന് പറഞ്ഞാൽ. യുദ്ധത്തിലേക്ക് ഒരാൾ പോയാൽ നമ്മൾ കഴിവട്ട ആളെന്നേ പറയാൻ പറ്റൂ. അതിന് മുമ്പുള്ളതാണ് കഴിവ്. എന്താണ്? നയതന്ത്രം, അല്ലെങ്കിൽ പരിഹാരം ഉണ്ടാക്കുക, ഒരു ധാരണ ഉണ്ടാക്കുക, കരാർ ഒപ്പിടുക, അല്ലെങ്കിൽ രാജ്യം അവർ പറയുന്ന വഴിക്ക് എത്തി, അല്ലെങ്കിൽ അവിടെ രാജ്യം കീഴടങ്ങുക, അല്ലെങ്കിൽ ജനാധിപത്യ മൂല്യങ്ങൾക്ക് അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി രാജ്യം നിലയുറപ്പിക്കുക. അപ്പോൾ ഇതിലേക്ക് നയിക്കുക. അപ്പോൾ അത് ഇറാൻ നയിക്കപ്പെട്ടില്ലെങ്കിൽ, ഇപ്പോൾ സമയം കൂടി കൊടുത്തിരിക്കുകയാണ്, ഈ സമയപരിധി അവസാനിച്ചാൽ തീർച്ചയായിട്ടും അമേരിക്ക ഇടപെടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അല്ലെങ്കിൽ ഇത്രയും വലിയ സന്നാഹം ഒരിക്കലും ട്രംപ് അവിടെ ഒരുക്കത്തില്ല. അദ്ദേഹത്തിൻ്റെ ഒരു വാക്കിന് വേണ്ടി സൈന്യം കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇറാൻ ഭരണകൂടം, ഇസ്ലാമിക ഭരണകൂടം, അത് ജനാധിപത്യ മൂല്യങ്ങൾക്കെതിരെ നിൽക്കുകയാണെങ്കിൽ, ജനങ്ങളെ കൊന്നൊടുക്കുക, സ്വന്തം ജനതയെ കൊന്നൊടുക്കാൻ ഒരു രാഷ്ട്രം തുനിഞ്ഞിറങ്ങിയാൽ, 32,000 എന്ന് പറഞ്ഞാൽ വലിയൊരു ജനസംഖ്യയാണ്, എത്രയോ വലിയൊരു ജനസംഖ്യയാണ്. ഈ ഒരു നൂറ്റാണ്ടിൽ ഒരു വർഷമെങ്കിൽ കണ്ടതിൽ ഏറ്റവും ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങളാണ്, അല്ലേ? ജനങ്ങളെ ഇത്ര കൊന്നൊടുക്കുന്ന ഒരു ഭരണകൂടം. അത് ഈ ആധുനിക ലോകത്തിന് ഭൂഷണമല്ല. അതൊരിക്കലും ഈ ആധുനിക ലോകത്തിന് പറ്റിയ ഒരു രാജ്യമല്ലത്, അല്ലെ ഭരണകൂടമല്ല. ഇത് ലോകം തിരിച്ചറിയുന്നു. അതുമാത്രമല്ല, ഇതിൽ ട്രംപിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന അറബ് രാജ്യങ്ങളാണ്. മനസ്സിലാക്കണം. സൗദി അറേബ്യ, ഖത്തർ, UAE, ടർക്കി പോലുള്ള രാജ്യങ്ങൾ അദ്ദേഹത്തൊപ്പമാണ് ഇക്കാര്യത്തിൽ. ഈ പോരാട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പാർട്ട്നേഴ്സാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറാൻ്റെ ഭരണകൂടത്തെ എത്രമാത്രം സ്വന്തം ജനത തന്നെ വെറുക്കുന്നു, അല്ലെങ്കിൽ അറബ് ലോകം മുഴുവൻ വെറുക്കുന്നു. അപ്പോൾ ഇതൊരു ഭീകരമാണ്, ഇതൊരു പൈശാചികമാണ്. ഇതിന് അമേരിക്ക നേരിടും, ജനാധിപത്യം പുനഃസ്ഥാപിക്കും. ഇറാനൊരു ഭയങ്കര സമ്പൽ സമൃദ്ധമായ രാജ്യമാണ്. ഇറാനിയൻ ജനത എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ജനങ്ങളാണ്. എല്ലാ നിലയിലും വളരെയധികം കഴിവുള്ളവരും സൗന്ദര്യമുള്ളവരും ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളവരുമാണ് ഇറാനിയൻ ജനത. ആ ജനതയുടെ ഭാവിയാണ് ഈ ഭരണകൂടം ഇല്ലാതാക്കുന്നത്. അത് അമേരിക്ക ഇടപെടും. അമേരിക്ക അതിലെ നിലപാട് അമേരിക്കയ്ക്കുണ്ട്. അത് പൂർത്തിയാക്കുമെന്നാണ് ലോകം വിശ്വസിക്കുന്നത്. ഓക്കെ, ഈ അമേരിക്കയിൽ ട്രംപിൻ്റെ ഭരണകൂടം വന്നു. ക്രൈസ്തവർ വലിയ ആവേശത്തിലായിരുന്നു, യാഥാസ്ഥികരായിട്ടുള്ള ക്രൈസ്തവർ.
ട്രംപിൻ്റെ നിലപാടുകളോടെല്ലാം യോജിക്കുകയും അല്ലെങ്കിൽ ട്രംപ് ക്രൈസ്തവരെ ഇവാഞ്ചലിക്കൽ കമ്മ്യൂണിറ്റിയെ പ്രത്യേകിച്ച് കൂടെ നിർത്താൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളൊക്കെ ചെയ്തു. എങ്ങനെയുണ്ട് ഇപ്പം സാഹചര്യങ്ങൾ? ക്രൈസ്തവ മൂല്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം നിൽക്കുകയല്ലേ. ക്രൈസ്തവരുടെ ഒരു സംരക്ഷകനായിട്ട് തന്നെ ട്രംപ് അവതരിച്ചു എന്നാണ് അമേരിക്ക അത് മനസ്സിലാക്കുന്നത്. കാരണം അതുവരെ ഇല്ലാത്ത പിന്തുണ ക്രൈസ്തവർക്ക് ട്രംപ് ലഭിക്കുന്നുണ്ട്. ഇവാഞ്ചലിക്കൽ സമൂഹം അദ്ദേഹത്തിനൊപ്പമാണ്. ഇപ്പോൾ അടുത്ത് നടന്ന പ്രയർ ബ്രേക്ക്ഫാസ്റ്റ് നടന്ന എന്താ അദ്ദേഹം പറഞ്ഞത്? അമേരിക്ക വീണ്ടും സറണ്ടർ ചെയ്യുകയാണ് ദൈവത്തിങ്കിലേക്ക്, അമേരിക്ക സമർപ്പിക്കുകയാണ്. മെയ് 17 നടക്കുന്ന വലിയ സമ്മേളനം, ദേശീയ സമ്മേളനത്തിൽ വെച്ച് അമേരിക്ക 250 വാർഷികാഘോഷത്തിൻ്റെ ആരംഭമാണ്. അമേരിക്കയുടെ സ്ഥാപനത്തിൻ്റെ 250 വാർഷികം ആഘോഷിക്കുകയാണ് ഈ ജൂലൈ മുതൽ അടുത്ത ജൂലൈ വരെ. അപ്പോൾ ആ ഒരു വർഷം മുഴുവൻ അമേരിക്ക ഉടനീളം ദൈവത്തിലേക്ക് അമേരിക്ക മടങ്ങി വരിക, അമേരിക്ക പുനഃപ്രതിഷ്ഠ ചെയ്യുക, പുനഃസമർപ്പണം ചെയ്യുക അമേരിക്കയെ ദൈവത്തിനായി. ആ അജണ്ടയിലാണ് ട്രംപ് മുമ്പോട്ട് വന്നത്. അതിന് വ്യാപകമായ പിന്തുണയാണ് ഇവാഞ്ചലിക്കൽ സമൂഹം, കത്തോലിക്ക സമൂഹം ഉൾപ്പെടെയൊക്കെ ഭയങ്കര ജനപിന്തുണ അതിൻ്റെ പുറകിലുണ്ട്. ഇന്ന് അമേരിക്കയുടെ പോക്ക്, ലോകത്തിൻ്റെ പോക്ക് കാണുന്ന ആർക്കും തന്നെ ദൈവത്തിലേക്ക് മടങ്ങി വരേണ്ട ആവശ്യകത എത്ര അനിവാര്യമാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടും. അതുകൊണ്ട് ദൈവമില്ലാത്തൊരു സമൂഹം, ദൈവമില്ലാത്തൊരു രാജ്യം ഒരിക്കലും വിജയിക്കില്ല, അത് മുമ്പോട്ട് പോകില്ല എന്ന് ഉറച്ച ബോധ്യം അമേരിക്കൻ ജനതയ്ക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ട്രംപ് ഒരു നിർണായക ഘടകമാണ്. ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഒരു പ്രതീക്ഷ? ഇന്ത്യ അമേരിക്ക ബന്ധം ശക്തിപ്പെട്ടു പോകും. ഇടക്കാലത്തുണ്ടായ ചില ആശയക്കുഴപ്പങ്ങളും അകൽച്ചയൊക്കെ തന്നെ രണ്ട് രാജ്യങ്ങളെയും ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആത്യന്തികമായി ഞാനൊരു ഇന്ത്യൻ പൗരനാണ്, ഇന്ത്യ എൻ്റെ മാതൃരാജ്യമാണ്. ഞാൻ അമേരിക്കയോട് പറയാറുണ്ട്, അമേരിക്ക എൻ്റെ അപ്പനും ഇന്ത്യ എൻ്റെ അമ്മയാണെന്ന് പറയാറുണ്ട്. അതൊരു സർക്കാസ്റ്റിക്കായിട്ട് പറയുന്നതാണ്, പക്ഷേ സത്യമാണ്. കാരണം നമ്മുടെ മാതൃരാജ്യം ഇന്ത്യയാണ്. ഇപ്പോൾ അമേരിക്ക ഞാൻ പോയി അവിടെ പ്രവർത്തിക്കുന്നതൊക്കെ ശരിയാണ്, പക്ഷേ എങ്കിൽ പോലും ഇന്ത്യയോടുള്ള നമ്മുടെ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് നമുക്ക് മാറാൻ കഴിയില്ല. അപ്പോൾ അമേരിക്ക ഇന്ത്യ നമ്മുടെ ബന്ധമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തമായ കൂട്ടുകെട്ടതാണ്. ഇന്ത്യ എന്നും അമേരിക്ക ഒപ്പമാണെന്ന് അമേരിക്ക ആഗ്രഹിക്കുന്നുണ്ട്. ട്രംപ് അതിൻ്റെ മുമ്പിലായിരുന്നു. പ്രൈം മിനിസ്റ്റർ മോദിയുമായിട്ടുണ്ടാക്കിയ ഒരു സൗഹൃദം പോലും ഇന്ത്യയോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹമാണ്, അല്ല മോദി എന്നുള്ള വ്യക്തിക്കുള്ള പ്രാധാന്യമല്ല അവിടെ. അത് ഏത് പ്രൈം മിനിസ്റ്റർ ആയാലും ട്രംപ് അത് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ ഇതൊക്കെ ഒഴിവാക്കാമായിരുന്നു. എങ്ങനെ ഒഴിവാക്കാമായിരുന്നു? ടാരിഫ് നിശ്ചയിക്കുമ്പോൾ ആദ്യത്തെ 5 രാജ്യങ്ങൾ മുൻഗണന കൊടുത്തിരുന്നത് ഇന്ത്യക്കാണ്. 5 രാജ്യങ്ങൾ ഇന്ത്യ ഉണ്ടായിരുന്നു. 5 രാജ്യങ്ങൾ ഇന്ത്യക്ക് വേണ്ടി അവർ കാത്തിരുന്നു. അപ്പോൾ ആകെ അന്ന് ഏറ്റവും കുറഞ്ഞത് 26% ട്രംപ് വെച്ചിരുന്നത്. അത് നമ്മൾ നെഗോഷിയേറ്റ് ചെയ്ത് 15 കൊണ്ടുവരാം, അല്ലെ 10 കൊണ്ടുവരാം. അതൊക്കെ നമ്മുടെ നെഗോഷിയേഷൻ്റെ കഴിവാണ്. നമ്മുടെ നയതന്ത്ര വിദഗ്ധർ അതിനകത്ത് ഇടപെടേണ്ടിയിരുന്നു. അതെ, ആദ്യം പറയുന്ന ഒരു നമ്പർ 26 എന്ന് പറഞ്ഞാൽ 56 അന്നേരം ഇന്ത്യക്ക് കൊടുത്തുകൊണ്ട്. ഏറ്റവും കുറഞ്ഞ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ വെച്ചിരുന്ന 56 കുറഞ്ഞത്, കൂടിയ 120. അപ്പോൾ 120 56 വരെയുള്ള റേഞ്ചിലാണ് ഒരു സൈക്കിൾ ഇന്ത്യ വിൽക്കണമെങ്കിൽ 100% കൊടുക്കണം. പക്ഷേ അമേരിക്ക എന്നൊരു സാധനം ഇന്ത്യ അമേരിക്ക ഇറക്കണമെങ്കിൽ 5% മതി ഇന്ത്യയിൽ നിന്ന് ഇറക്കണം. അപ്പോൾ ഇതാണ് ഈ അന്തരം, ബഹു അന്തരമാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഇന്ത്യൻ എക്കോണമി ശക്തിപ്പെടുന്നു, അമേരിക്ക എക്കോണമി അത് സാരമായിട്ട് ബാധിക്കുന്നു. ഇത് എല്ലാ രാജ്യങ്ങളിലും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ലോകം മുഴുവനുള്ള എല്ലാ ഉൽപ്പന്നങ്ങളുടെയും ഒരു മാർക്കറ്റ് ഡംപിംഗ് ആയിട്ട് മാറി. ഏറ്റവും കൂടുതൽ ഡംപ് ചെയ്യുന്നത് ചൈനയാണ്. ആ ഡംപിങ് അമേരിക്കയിലേക്ക് ഡംപിങ് നിർത്തിയാൽ ചൈനയുടെ വ്യവസായം തകർന്നു, കമ്പനികൾ പൂട്ടി, കോടിക്കണക്കിന് ആളുകൾ തൊഴിൽ. അവർ തടയാതെ അമേരിക്കയ്ക്കും പിടിച്ച് നിൽക്കാൻ ഒക്കത്തില്ല. അതെ. അപ്പോൾ അതുകൊണ്ട് അമേരിക്കൻ ജനതയ്ക്ക് വളരെ കൃത്യമായ നിലയിൽ വളരെ വിലക്കുറവ് സാധനം കിട്ടുന്നു. ജനത സന്തോഷഭരിതരാണ്, അവർക്ക് അഫോർഡ് ചെയ്യാവുന്നതെല്ലാം അവിടെ ലഭിക്കുന്നു. അപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള ഈ ബന്ധം, പക്ഷേ ഇന്ത്യ തയ്യാറായില്ല. ഇന്ത്യ അത് പെട്ടെന്ന് അതെന്തോ ഒരു നെഗറ്റീവായിട്ട് എടുത്തു. ആ നെഗറ്റീവ് എടുത്തതാണ് ഇന്ത്യക്ക് പറ്റിയ പരാജയം. ചൈനയുടെ പുറകെ പോയി, ചൈനയിലേക്ക് പോയി, ഉത്തര കൊറിയയെ കെട്ടിപ്പിടിക്കുന്നു, റഷ്യയിലേക്ക് പോകുന്നു, ഒരു അച്യുതം ഉണ്ടാകുന്നു. ഒരു കാര്യം ആലോചിക്കണം, ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യ, ഏറ്റവും വലുത് അമേരിക്ക. അതെ. അപ്പോൾ ആ 2 രാജ്യങ്ങൾ ഒരുമിച്ച് വെക്കേണ്ടതാണ്. അപ്പോഴാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഏകാധിപത്യ രാജ്യങ്ങളാണ് ചൈനയും ഉത്തര കൊറിയയും റഷ്യയും. ലോകത്തിൻ്റെ ത്രെട്ടാണ് അവർ 3 പേരും. വേറെ നിലയിൽ പറഞ്ഞു ജനാധിപത്യത്തിനെതിരാണ് ഈ 3 രാജ്യങ്ങൾ. ഈ രാജ്യങ്ങളുമായിട്ട് ഏറ്റവും വലിയ രാജ്യം പോയി കെട്ടിപ്പിടിക്കുമ്പോഴുണ്ടാകുന്ന ആ സന്ദേശം എന്താണ്? അത് ഇന്ത്യക്ക് നല്ലതല്ല. ഇന്ത്യക്ക് അത് ബാഡ് ഇമേജ് ഉണ്ടാക്കി. പിന്നെ റഷ്യയെ പ്രോത്സാഹിപ്പിച്ചു യുദ്ധത്തിന്. റഷ്യയോട് വാങ്ങിക്കില്ലെന്ന് അമേരിക്ക ആവർത്തിച്ച് പറഞ്ഞു. റഷ്യ വാങ്ങിക്കരുത്, യുദ്ധത്തിലേക്കുള്ള ഫ്യൂവലാണ് ഇന്ത്യയുടെ പണം. അത് വാങ്ങിച്ച ആർക്ക് വേണ്ടിയാണ്? 5-6 കമ്പനികൾക്ക് വേണ്ടി വാങ്ങിച്ചത്. ഇന്ത്യക്കാർക്ക് ഒരു ഗുണമില്ല. ഇന്ത്യയിൽ ആ മണ്ണ് നിക്ഷേപിക്കപ്പെടുന്നില്ല. ആ പണം മുഴുവൻ നിക്ഷേപിക്കുന്നത് ഇന്ത്യക്ക് പുറത്താണ്. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ട്രംപ് പറഞ്ഞത്, പ്രസിഡന്റ് ട്രംപ് ഭരണകൂടം പറഞ്ഞു, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ക്രമീകരിക്കണം, പിന്നെ നെഗോഷിയേറ്റ് ചെയ്യാം. പക്ഷേ 90 രാജ്യങ്ങൾ വന്ന് അമേരിക്കയുമായിട്ട് വ്യാപാര കരാർ ഒപ്പുവെച്ച് പോയി. എല്ലാവരും സന്തോഷപൂരാണ്. ചൈന വരെ ഒപ്പുവെച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷമാണ്. ജപ്പാൻ, യൂറോപ്യൻ യൂണിയന്, ശ്രീലങ്ക,
ബംഗ്ലാദേശ് എല്ലാവരും നല്ല കരാറുണ്ടാക്കി. എന്തിലും ഇന്ത്യ ഇപ്പോഴും മാറി നിൽക്കുക. മാറുന്നു. ആ മാറി നിന്നതും അമേരിക്ക അവിടെ അകലം പാലിച്ചതും അല്ല തന്നെ അത് മാത്രമല്ല, ആ സമയത്താണ് ഈ ഈ പാകിസ്ഥാൻ ഇന്ത്യ യുദ്ധം ഉണ്ടാകും. ആ യുദ്ധത്തിൽ അദ്ദേഹം ഇടപെട്ടെന്നുള്ള സത്യമാണ്. കാരണം 2 നേതാക്കന്മാരോടും ട്രംപ് സംസാരിച്ച്. അതിന് മുമ്പ് മാർക്ക് റൂബിയോ സ്റ്റേറ്റ് സെക്രട്ടറി വിളിച്ചിരുന്നു. ട്രംപ് വിളിക്കുമെന്ന് പറഞ്ഞു. പ്രൈം മിനിസ്റ്ററെ വിളിച്ചു, ബംഗ്ലാദേശ് പ്രൈം മിനിസ്റ്ററെ വിളിച്ചു, പറഞ്ഞു ടാരിഫ് എന്ന് പറയുന്ന അദ്ദേഹം അവിടെ ഉപയോഗിച്ചു. കൃത്യമാണ്, അത് ഉപയോഗിച്ചെന്നുള്ള കാര്യം ലോക കോടതിയിലെ ലോകത്തിൻ്റെ ഈ ടാരിഫുമായി ബന്ധപ്പെട്ട ഒരു സത്യവാങ്മൂലം ഫയൽ ചെയ്തു അവിടുത്തെ ട്രേഡ് സെക്രട്ടറി. അത് അദ്ദേഹം പറയുന്നുണ്ട്, പ്രസിഡന്റ് ഇങ്ങ് വിളിച്ചു, ടാരിഫ് ഉപയോഗിച്ചു എന്നുള്ള പുള്ളി അവിടെ സമ്മതിക്കുന്നുണ്ട്. ടാരിഫ് ഉപയോഗിച്ചു. ഈ 2 രാജ്യങ്ങളോടും പറഞ്ഞു, നിങ്ങൾ ന്യൂക്ലിയർ പവേഴ്സാണ്, ഇപ്പോൾ ഓൾറെഡി ന്യൂക്ലിയറിൽ അടിച്ചു കഴിഞ്ഞു, ഇനി അത് പോയി കഴിഞ്ഞാൽ അത് അമേരിക്കയാണ് സംരക്ഷിക്കുന്ന ന്യൂക്ലിയർ, അദ്ദേഹത്തിൻ്റെ ഗാർഡ് ചെയ്യുന്നത് അമേരിക്കയാണ്. ഇപ്പോൾ പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ ആയുധങ്ങൾ അമേരിക്കയുടെ കയ്യിലാണ്. അതാണ് ട്രംപിൻ്റെ ഏറ്റവും വലിയ വിഷയം. അത് ഗാർഡ് ചെയ്യുന്നതും അതിൻ്റെ മുഴുവൻ കൺട്രോളും അമേരിക്കൻ സൈന്യമാണ്. അപ്പം പാകിസ്ഥാൻ പറഞ്ഞു കൊടുത്തത് നാളെ ഇനി ഉപയോഗിക്കണമെങ്കിൽ അമേരിക്ക അനുവാദം. അതാണ് ട്രംപിന് നയതന്ത്രം, അല്ല ഇന്ത്യക്കെതിരല്ല. അത് നമ്മൾ ഭയക്കേണ്ട ഒരു രാജ്യത്തിന് ന്യൂക്ലിയർ ആയുധം ഉണ്ടെങ്കിൽ അവിടെ അത് കൺട്രോൾ ചെയ്യാനുള്ള കാണിക്കേണ്ട ആ ഒരു കഴിവാണ് ഒരു അമേരിക്കൻ്റെ പ്രസിഡന്റ് ഏറ്റവും വലിയ കഴിവ്. അത് ഇന്ത്യക്കെതിരല്ല, ഇന്ത്യക്ക് സഹായമാണ്. നാളെ ഇന്ത്യക്കെതിരെ അത് വരില്ല. അത് ചൈന വിചാരിച്ച പോലും പറ്റില്ല. അതാണ് അല്ലാതെ ഇന്ത്യക്കെതിരല്ല. ഇപ്പം പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇന്ത്യക്കെതിരല്ല ട്രംപ് സപ്പോർട്ട് ചെയ്തത്. അതൊരു നമ്മൾ അത് അത്ര അപകടകരമായ രാജ്യമാണെന്ന് കണ്ടുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്തിരിക്കുക. അവരെ കവർ ചെയ്യുകയാണ്, അവരെ കൺട്രോൾ ചെയ്യുക ചെയ്തത്, അല്ലാതെ സപ്പോർട്ടല്ല, കൺട്രോളാണ് ചെയ്തത്. അപ്പം അവിടെ ഇത് പറഞ്ഞാൽ മതിയായിരുന്നു, ട്രംപ് വിളിച്ചു എന്നൊന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അതെ, ഒറ്റ വാക്കിന്റെ കാര്യം അദ്ദേഹം ഇങ്ങനെ ലോകം മുഴുവൻ നടന്ന് പറയേണ്ട ആവശ്യം. പുള്ളി 20-30 പ്രാവശ്യം ഇതിനകം പറഞ്ഞു കഴിഞ്ഞു. അയാൾക്ക് ഒത്തിരി പണി കൊടുത്തു. കഴിഞ്ഞ ദിവസം ഒരു വർഷത്തിന്റെ ബാലൻസ് ഷീറ്റ് പറയുന്നിടത്തും പ്രധാനമായിട്ട് പറഞ്ഞത് ഒരു കാര്യം, പുള്ളിക്ക് വലിയ മനസ്സിൽ കിടക്കാണ്. ഈ പ്രസിഡന്റ് ട്രംപിന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഞാൻ അടുത്ത് കണ്ട് മനസ്സിലാക്കിയ ഒരാളാണ്. അദ്ദേഹത്തിന് ഒരു കാര്യമുണ്ട്, നേരെ വാ. പുള്ളിയോട് നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ട് ജയിക്കാൻ പറ്റില്ല. പുള്ളിയോട് അനുകൂലിച്ചാൽ, പുള്ളിയോട് നേരെ ഒരുമിച്ച് നിന്നാൽ അദ്ദേഹം ഭയങ്കര സപ്പോർട്ടറാണ്. ആ മനുഷ്യൻ ഭയങ്കര ഒരു മനസാക്ഷിയുള്ള ആളാണ്, ആർദ്രതയുള്ള മനുഷ്യനാണ്, മനസ്സിലുള്ള ആളാണ്, സ്നേഹമുള്ള ആളാണ്. ഇതൊക്കെ നമുക്ക് നേരിട്ടറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് പ്രസിഡന്റ് ട്രംപുമായിട്ട് ഒരു മത്സരത്തിനോ അല്ലെങ്കിൽ അയാളെ ചെറുതാക്കി കാണിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പുള്ളിയെ ഡിസ്ക്രെഡിറ്റ് ചെയ്തുകൊണ്ട്, പുള്ളി പറഞ്ഞ കാര്യം ശരിയല്ലെന്ന് പറഞ്ഞാൽ പിന്നെ അദ്ദേഹം വിടത്തില്ല. അത് അവസാനം പുള്ളി പറഞ്ഞുകൊണ്ടി. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനാവശ്യമില്ലായിരുന്നു, പറഞ്ഞാൽ മതിയായിരുന്നു. ട്രംപും വിളിച്ചു എന്നൊരു ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഇതെല്ലാം ഒഴിവാക്കായിരുന്നു. ഈഗോയാണ് ആ ഒരു നയതന്ത്ര പരാജയം ഇന്ത്യക്ക് പറ്റിയെന്നുള്ള കാര്യത്തിൽ ഞാൻ ഇന്ത്യക്കാരെന്നുള്ളതിൽ ഞാനും അക്കാര്യത്തിൽ ഖേദിക്കുന്നു. അക്കാര്യത്തിൽ ഞാൻ അപ്സെറ്റാണ്. ഓക്കെ സാറേ, അമേരിക്കയുമായി ബന്ധപ്പെട്ട് ട്രംപുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് ഇങ്ങനെ ഒരു അവസരത്തിൽ സംസാരിക്കുവാൻ അവസരം ലഭിച്ചതിൽ സന്തോഷമുണ്ട്. നമ്മുടെ രാജ്യവും അമേരിക്കയുമായിട്ടുള്ള ബന്ധം ഏറ്റവും ഹൃദ്യമാകട്ടെ, വളരെ നന്നായി മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. താങ്ക് യു.